വി രാജേഷ്, ഇവിടെ കെ സുരേന്ദ്രൻ നേരത്തെ മലയാളത്തിലായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. കേന്ദ്ര നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അങ്ങയുടെ പാർട്ടിയുടെ നേരത്തെയുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പാക് സ്പൈ ജ്യോതി മൽഹോത്രാസ് കണ്ണൂർ ട്രിപ്പ് സ്പോൺസേഡ് ബൈ കേരള ടൂറിസം എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് നേരത്തെ ഇട്ടിരുന്നു. എന്താണ്, പിണറായി വിജയൻ ഈസ് ടേണിംഗ് കേരള ഇൻടു എ സേഫ് ഹാവൻ ഫോർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെറ്റ്സ് ടു അവർ നേഷൻ, ഇംഗ്ലീഷിൽ കിട്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അത് കേരളത്തിൽ അറിയുന്നതിലപ്പുറം രാജ്യത്ത് അറിയിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ പറയുന്ന RTA പുറത്തു വരുമ്പോൾ, വാർത്തയാകുമ്പോൾ അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നുണ്ട്. ശ്രീ വി രാജേഷ്, ഇത് രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിയ ഒരു ചാരവനിത കേരളത്തിലേക്ക് വന്നു എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഒരു എംബറാസ്മെന്റ് ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ പറയുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ത്രെട്ട് എന്നൊക്കെ പറയേണ്ട സംഗതി അതിലുണ്ടോ ശ്രീ വി രാജേഷ്? അല്ല, അങ്ങനെ ഒരു ത്രെട്ട് അതിൽ ഉണ്ടോ എന്ന് അങ്ങേക്കൊരു സംശയമുണ്ടെങ്കിൽ അത് അങ്ങ് തന്നെ ദൂരീകരിക്കേണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ ആ പോസ്റ്റ് ഇട്ടതും ഞാനിന്ന് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നതും. കാരണം അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൻ്റെ വയലേഷന് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഹാഷ്മി പറഞ്ഞല്ലോ, കെ സുരേന്ദ്രൻ ഇംഗ്ലീഷിൽ ആ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിൽ മുഴുവനും അറിയിക്കുക എന്നുള്ളതാണ്. മാത്രവുമല്ല, എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത പരമാവധി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എത്തിക്കുകയും അതിലൂടെ ഇവർ യാത്ര ചെയ്ത സ്ഥലത്തെക്കുറിച്ചൊക്കെ തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. കാരണം മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യില്ല എന്നുള്ള ഉത്തമ ബോധ്യം കെ സുരേന്ദ്രന് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിലൂടെയുണ്ട്. ഇപ്പോൾ 24 ചാനൽ വരെ ഉൾപ്പെടെ മെയ് മാസം അവസാനം സുരേന്ദ്രൻ ട്വീറ്റ് ചെയ്ത ഈ വിവരം, ഏകദേശം 1 ലക്ഷം പേർ കണ്ട ഈ വിവരം, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ വന്ന ഈ വിവരം 24 ചാനൽ ഉൾപ്പെടെ ഒരു മലയാള മാധ്യമവും വാർത്തയാക്കിയില്ല. ജനം ചാനൽ ഒഴികെ ആരും വാർത്തയാക്കിയില്ല. അത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിലത് ചെയ്തത്. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ അത് കൃത്യമായിട്ട് വാർത്തയാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട LDFിൻ്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെ തന്നെ പുല്ലുവിലയാണ് എന്ന ലാഘവ ബുദ്ധിയോടെയുള്ള പരിഹാസത്തോടെയുള്ള കേരള ടൂറിസം വകുപ്പ് മന്ത്രി ഈ PA മുഹമ്മദ് റിയാസിൻ്റെ ആ പരാമർശമുണ്ടല്ലോ, അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ അപലപിക്കുന്നവരെ ഞങ്ങൾ പുല്ലായിട്ടാണ് കാണുന്നത് എന്ന് ഒരു സർക്കാർ ജനതയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. ഹാഷ്മി, ഞാൻ ചോദിച്ചോട്ടെ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജ്യോതി മൽഹോത്രയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്യുകയും കെ സുരേന്ദ്രൻ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ, അത് ട്വീറ്റ് ചെയ്ത് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോഴെങ്കിലും സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും ജ്യോതി മൽഹോത്രയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ അവർ കേരളത്തിൽ എവിടെയൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്, അവർ കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ആ വിവരങ്ങൾ അറിയിക്കേണ്ടതായിരുന്നു. വിവരാവകാശം അന്നും അവർ മൂടി വയ്ക്കാൻ ശ്രമിച്ചു. വിവരാവകാശ നിയമത്തിലൂടെ വിവരാവകാശ പെറ്റീഷൻ കൊടുത്ത് അതിലൂടെ പുറത്തു വന്നതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരും മന്ത്രിയും ഇത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായത്. മെയ് മാസത്തിൽ സുരേന്ദ്രൻ ട്വീറ്റ് ചെയ്തതിന് ശേഷം അപ്പോഴെങ്കിലും കണ്ണു തുറന്ന് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ അറിയിച്ചിട്ടില്ല? റിയാസ് ചോദിക്കുകയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരാളിനെ ഒരു ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ആൻറ്റി നാഷണൽ പ്രൊപ്പഗൻഡ വളരെ സജീവമായി മുൻനിരയിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജ്യോതി മൽഹോത്ര എന്നൊരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അങ്ങനെ ഒരു വ്യക്തിയെ ഈ രാജ്യത്തെ എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് കേന്ദ്രത്തിന് അറിയുന്നത്. ഇപ്പോ ഡോക്ടർ A സമ്പത്ത് പറയുന്ന കാര്യം എന്താണ്? അത്തരത്തിൽ ഇപ്പൊ അന്വേഷണ ഏജൻസി 2013 പാകിസ്ഥാനിൽ പോയെന്നാണ് പറയുന്നത്. 2013 മുതൽ എംബസി ഉദ്യോഗസ്ഥന് ബന്ധം, 2023 മുതൽ എംബസി ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അത് കേന്ദ്രത്തിന് അറിവുണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു അപകടകാരിയായ സ്ത്രീയാണ് ഇവരെങ്കിൽ അത് പറയേണ്ടത് കേന്ദ്രമല്ലേ രാജേഷേ? അപ്പൊ കേന്ദ്രത്തിന്റെ പരാജയമല്ലേ അവർ ഇവിടെ കേരളത്തിൽ വന്ന് ഇവിടെ വിഹരിച്ചു പോയെങ്കിൽ? ഞാൻ കൃത്യമായിട്ട് എൻ്റെ പോയിന്റ് പറയുമ്പോഴേക്കും ജനങ്ങൾക്കത് മനസ്സിലാവുന്ന സാധനം ദയവ് ചെയ്ത് അങ്ങ് വഴിതെറ്റിക്കരുത്. ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിന് 2013 മുതൽ അങ്ങനെ അറിയാവുന്നതെന്നല്ല പറഞ്ഞത്. ദേശവിരുദ്ധ പ്രചരണം നടത്തുമ്പോൾ മീഡിയ ഓൺ ചാനൽ ദേശവിരുദ്ധ വാർത്തകൾ കൊടുക്കുന്നൊരു മാധ്യമമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അവർ പറയുക ദേശവിരുദ്ധ പ്രവർത്തനമല്ല, ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. അങ്ങനെ നടത്തുന്ന നിരവധി എഴുത്തുകാരുണ്ട്.
അപ്പോൾ എന്തുവാ രാജ്യത്തിനെതിരായുള്ള പറയുന്നത്? പ്രൊപ്പഗൻഡ നടത്തിപ്പോ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സിന്ദാബാദ് വിളിച്ചല്ലോ വിയ്യൂർ ജയിലിൽ. എന്തുവാ പാകിസ്ഥാൻ പറയുന്നത്? അനുകൂലമായിട്ട് ഓപ്പറേഷൻ നമ്മൾ സിന്ദൂർ ഗൗരവമായ എന്ന് ചർച്ചയല്ലേ പറയുമ്പോൾ ഇരിക്കുന്നത്? 100 പോപ്പുലർ നമ്മൾ ഗൗരവമായ ഒരു ചർച്ചയല്ലേ ഇരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊന്നും ഒഴിയണ്ട, അങ്ങനെയൊന്നും താങ്കൾ ഒഴിയണ്ട. ഇല്ല, നമ്മൾ ഗൗരവമായ ഒരു ചർച്ചയിലാണ് ഇരിക്കുന്നത്. എന്തായാലും പറഞ്ഞു പോകല്ലേ, എന്തായാലും പറഞ്ഞു പോകല്ലേ. നമ്മൾ കൃത്യമായി ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് താങ്കൾ പോകരുതേ. അല്ലല്ല, രാജ്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി. എന്നോട് തർക്കിക്കാം. ശരത്, രാജ്യത്തിന്റെ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയ ഒരു ചാര വനിത എന്ന് കേന്ദ്രം കണ്ടെത്തുന്ന എപ്പോഴാ? എപ്പോഴാണ്? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. അതുവരെ ആർക്കും അറിയില്ല, കേന്ദ്രത്തിനും അറിയില്ല, റിയാസിനും അറിയില്ല, കേരളത്തിനും ആർക്കും അറിയില്ല. അതുവരെ അവർക്ക് അറിയാവുന്ന ആരാ? നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അത്രേ നമുക്ക് അറിയൂ. ഹാഷ്മി വഴി തെറ്റിക്കരുത്. അല്ല, ഹാഷ്മിക്ക് റിയാസിനെ സപ്പോർട്ട് ചെയ്യണം, അതായിക്കോ. പക്ഷെ എന്റെ ചർച്ച വഴി തെറ്റിക്കരുത്. ഞാൻ ഉത്തരം പറയുമ്പോൾ വഴി തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞത് രാജ്യവിരുദ്ധ പ്രചരണത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന വ്ളോഗർമാരിൽ ഒരാളാണ് ജ്യോതി മൽഹോത്ര. അവരുടെ മുൻപുള്ള എന്നാൽ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ ചില പ്രചരണങ്ങൾ നടത്തി എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് അവരെ തടയുന്നതിന് പരിമിതികളുണ്ട് ഈ രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ഒരു വ്യക്തിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ കേരളം മുഴുവൻ കെട്ടിയെഴുന്നള്ളിച്ച് അവർ പറയുന്ന ഏഴിമല നാവിക അക്കാദമിയിലും അതോടൊപ്പം തന്നെ കൊച്ചി പോർട്ടിലും അതോടൊപ്പം തന്നെ മൂന്നാറിലും മെട്രോ റെയിൽവേ സ്റ്റേഷനിലും ഉള്ള വിമാനത്താവളങ്ങളിലും ഒക്കെ കൊണ്ട് നടക്കുമ്പോഴേക്കും സംസ്ഥാന സർക്കാർ ആലോചിക്കണമായിരുന്നു. എങ്ങനെ അറിയാം? അവരുടെ ചാനലിലൂടെ നടത്തുന്ന ഒരു സ്ത്രീയെ വി രാജേഷ്, അത് കേന്ദ്രം എന്തെങ്കിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? പോട്ടെ, വി രാജേഷ്, ഇപ്പൊ താങ്കൾ പറയുന്നു ഈ പറയുന്ന രീതിയിൽ ഗുരുതരമായ ദേശവിരുദ്ധ പ്രവർത്തനം താങ്കൾ പറയണം നടത്തുന്ന യൂട്യൂബിൽ കൂടിയാണ്. ഇപ്പൊ വളരെ വ്യക്തമായേ അവർ ചെയ്ത് ദേശവിരുദ്ധ പ്രചരണം അല്ല, ഞാൻ പറഞ്ഞു ദേശ പ്രവർത്തനം എന്ന് പറയണം. കാര്യം എന്താണ്? അല്ല, ഇപ്പൊ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറയണ്ട. കാര്യം നമ്മുടെ വിവരങ്ങൾ ചോർത്തി അല്ലേ? അല്ല, ഇപ്പൊ അല്ല, ശ്രീ വി രാജേഷ്, അല്ല, നിലവിൽ അവരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റം അതിൽ ഗുരുതരമാണ്. താങ്കൾ എന്തിനാ ഞാൻ അല്ലല്ല താങ്കളുടെ ഈ പരിപാടി കയ്യിൽ വെച്ചേരെ. ഞാൻ പറയുന്നതിന് വഴിയേറ്റിട്ട് താങ്കളുടെ ഉത്തരം എന്റെ നാവിലോട്ട് കേട്ടണ്ട. അസ്വസ്ഥമാകുന്നതിന് എന്റെ ചോദ്യം എന്താണ്? താങ്കളുടെ ഉത്തരം എന്റെ നാവിലേക്ക് കേട്ടണ്ട. പ്രൊപ്പഗണ്ടയല്ല. താങ്കളുടെ ചോദ്യം എന്താണ്? താങ്കൾ എന്തിനാ വഴിയേറ്റിക്കുന്നത്? താങ്കളോട് മിണ്ടായിരിക്കും. അല്ല, ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം. ചോദ്യം ഞാൻ പറയാം. നിലവിൽ പ്രൊപ്പഗണ്ടയല്ല. അല്ല, വി രാജേഷ്, നിലവിൽ അത് പ്രൊപ്പഗണ്ടയല്ല. നിലവിൽ ഇവർ രാജ്യദ്രോഹിയാണ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, എസ്പിയോണേജ് ആണ്, സ്പൈ ആണ്, പാക് ചാരയാണ്. പ്രവർത്തനം നടത്തുന്ന ദേശവിരുദ്ധ അത് അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്റെ പോയിന്റ് അതല്ലല്ലോ ഹാഷ്മി, എന്റെ പോയിന്റ് അതല്ലല്ലോ. ദേശവിരുദ്ധ പ്രചരണം നടത്തുന്ന ചാനലുകളിൽ ഒന്നാണ് മീഡിയ ഓൺ ചാനൽ. ദേശവിരുദ്ധ മുദ്രാവാക്യം വിയ്യൂർ ജയിലിനകത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോൾ വിളിച്ചു, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിളിച്ചു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുന്നത്, അതുപോലുള്ള പ്രചരണം നടത്തുന്ന ഒരാളാണ് ജ്യോതി മൽഹോത്ര എന്ന് അവരുടെ ഓൺലൈൻ ചാനലിലൂടെ കയറി നോക്കി എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സ്ത്രീയെ രാജേഷ്, എന്റെ ചോദ്യം കൃത്യം അവിടെ നിൽക്കുന്നത്. കെട്ടി എഴുന്നള്ളിച്ച് ടൂറിസത്തിന്റെ പ്രൊമോഷൻ എന്റെ ചോദ്യം കൃത്യം അവിടെയാണ് നിൽക്കുന്നത്. നിലവിൽ അവർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളാണ് അല്ലേ? നിലവിൽ അവർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളാണ്. സാറേ, ഇപ്പോഴത്തെ കാര്യം പറ. ഇപ്പോഴത്തെ കാര്യം പറ രാജേഷേ, ഇപ്പോഴത്തെ കാര്യം പറ. ഇപ്പൊ അവർ ദേശവിരുദ്ധ പ്രവർത്തനം അല്ലേ കാണിച്ചേ? ഇപ്പം അറസ്റ്റിന് ശേഷം ഒറ്റ ചോദ്യം, അറസ്റ്റിന് ശേഷം ശ്രീ വി രാജേഷ് അവർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളാണ്? എന്താണ് ഈ സ്ത്രീ, ഈ പറഞ്ഞ ജ്യോതി മൽഹോത്ര? അറസ്റ്റിന് ശേഷം ഇനി ഒന്ന് നിർത്തുവോ? ഇനി ഒന്ന് ദയവ് നിർത്താമോ? ഞാൻ ഉത്തരം പറയട്ടെ. പറയൂ. അവർ അറസ്റ്റിന് ശേഷം ഞാൻ പറയുമ്പോഴേ കോറസ് വേണ്ട, ഞാൻ പറഞ്ഞോളാം. അവർ അറസ്റ്റിന് ശേഷം കസ്റ്റഡി കിടന്നുകൊണ്ട് എന്ത് കാണിക്കണമെന്ന് എനിക്കെങ്ങനെ അറിയാം? എല്ലാ ദിവസവും ഞാൻ അവരെ കണ്ടോണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ കോമൺ സെൻസ് ഉണ്ട് സാർ. ഒരൊറ്റ മിനിറ്റ്, അങ്ങ് അല്പസമയം ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രാവൽ വിത്ത് ജോ എന്നാണ് അവരുടെ യൂട്യൂബ് പേജ്. ആ യൂട്യൂബ് പേജ് പോലും അപ്രത്യക്ഷമാക്കാൻ പറ്റിയിട്ടില്ല. ട്രാവൽ വിത്ത് ജോ എന്നാണ് താങ്കൾ പറയുന്ന രീതിയിൽ ഈ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടുപിടിച്ച ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ അനുകൂല പ്രൊപ്പഗണ്ട ഉണ്ടാക്കാൻ നടത്തിയ ഈ പറയുന്ന ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് പേജ് പോലും സസ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത, ഇപ്പോഴും കിടക്കുക, ഇപ്പോഴും ആള് കാണുക, ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സ് കയറുക. എന്തേ മാറ്റാൻ പറ്റാത്ത? നമുക്ക് ഒന്ന് നിർത്താമോ? ഇനി ഞാൻ മറുപടി പറയാം. താങ്കളുടെ ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ മറുപടി പറയാം. അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന ഓരോ ജോലിയും ഓരോ ദിവസവും ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അന്വേഷണ ഏജൻസികൾ ചെയ്യുന്ന ജോലി എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. താങ്കൾ ചോദിച്ചത് അവരെ സിന്ദൂറിന് ശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്ന് ചോദിച്ചാൽ അവർ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിൽ രാവിലെ മുതൽ രാത്രി വരെ അവരെന്താണ് കാണിക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട്
അവരുടെ യൂട്യൂബ് ചാനലും അവരെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ അന്വേഷണ ഏജൻസികളാണ് നടത്തുന്നത്. അത് രാഷ്ട്രീയ പാർട്ടികളല്ല. മാധ്യമങ്ങളിലൂടെ വരുന്നതിൽ അപ്പുറം ഒരു വിവരം എനിക്ക് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞല്ലോ അവരുടെ അറസ്റ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്ത് താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കോ. എനിക്ക് സമയം തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ചോദ്യം ചോദിച്ചിട്ട് പോകരുതേ. ഞാൻ പറഞ്ഞത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കയറി നോക്കിയാൽ രാജ്യവിരുദ്ധ പ്രചരണം നിരന്തരമായി നടത്തുന്ന വ്യക്തിയാണെന്നറിയാം. അങ്ങനെ ഒരു വ്യക്തിയെ തെരഞ്ഞുപിടിച്ച് സംസ്ഥാന സർക്കാർ അവരുടെ ചെലവിൽ കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിൻ്റെ ഗസ്റ്റായിട്ട് കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടു നടന്നു. അവരെ അറസ്റ്റ് ചെയ്ത് സുരേന്ദ്രൻ ട്വീറ്റ് ചെയ്തതിന് ശേഷം പോലും സംസ്ഥാന സർക്കാർ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കാൻ തയ്യാറായില്ല. വിവരാവകാശ നിയമം അനുസരിച്ച് വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഞാൻ ദേശവിരുദ്ധ പ്രവർത്തനം പറയാൻ കാരണം എന്താണ്? നിലവിൽ അവർ അറസ്റ്റ് ചെയ്യുന്നതിനാണ്. അറസ്റ്റ് ചെയ്യുന്നത് ദേശവിരുദ്ധ പ്രൊപ്പഗണ്ട നടത്തിയതിനല്ല. അറസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന എംബസി ഉദ്യോഗസ്ഥനുമായി ബന്ധം സ്ഥാപിച്ചതിന്, ഈ പറയുന്ന എന്താണ് പാകിസ്ഥാനിൽ പോയതിന് വിവരം. ഞാൻ എന്തുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി താങ്കൾ ചോദിച്ചു? കോമൺ സെൻസ് ചോദിച്ചില്ല. ഞാൻ ആർക്കാണ് ഞാൻ പറയുകയാണ്. എക്സാക്ട്ലി അത്രേ ഉള്ളൂ. മതി. ഓക്കെ മനസ്സിലായി. ഓക്കെ ശരി മോഹൻ വർഗീസ്. ഓക്കെ ഡൺ. മനസ്സിലായി. അത് മനസ്സിലായി. അവർ ദേശവിരുദ്ധ പ്രവർത്തനം ഹരിയാനയിൽ ഇരുന്നു കൊണ്ട് ഡൽഹിക്ക് മുക്കിൽ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അപ്പൊ എന്ത് ചെയ്യായിരുന്നു കേന്ദ്രം? ഇവിടെ കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന യൂട്യൂബറെ കേന്ദ്രം എന്ത് ചെയ്തു? അപ്പോ കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന ആളെ കേന്ദ്രം എന്ത് ചെയ്തു സാറേ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ശരി സർക്കാർ കൊണ്ടുവന്നല്ലോ ഇവിടെ. സംസ്ഥാന സർക്കാർ ഇവിടെ കൊണ്ടുവരുമോ? ശ്രീ മോഹൻ വർഗീസ്, സംസ്ഥാന സർക്കാർ കെട്ടിയെഴുന്നേറ്റ് ഇവിടെ കൊണ്ടുവരുമോ? ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോഴും ട്രാവൽ വിത്ത് ജോ എന്ന് പറഞ്ഞ നേരത്തെ ശ്രീ വി രാജേഷ് പറഞ്ഞ ഈ പറഞ്ഞ ഇന്ത്യ വിരുദ്ധ പ്രൊപ്പഗണ്ട പാകിസ്ഥാനിലേക്ക് പോയതടക്കം, പാകിസ്ഥാനെ ഈ നാട്ടിൽ എന്താണ് നല്ലതായി കാണിക്കാൻ നടന്ന് ചിത്രീകരിക്കുന്ന ഈ പറഞ്ഞ സകല വീഡിയോയും സകല കാര്യങ്ങളും ഒരു കോട്ടവും തട്ടത്ത് ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈ അന്വേഷണം നടക്കുന്ന മട്ടിൽ ഇപ്പൊ എത്ര യൂട്യൂബുകൾ പിൻവലിച്ചു, എത്ര യൂട്യൂബ് ചാനലുകൾ രാജ്യത്ത് ബ്ലോക്കാക്കി, ഒന്നും സംഭവിച്ചില്ല. അതെല്ലാം അവിടെ കിടപ്പുണ്ട്. പോട്ടെ, അതെന്തുകൊണ്ടാണ് ഇനി അത് ആ യൂട്യൂബ് അവിടെ കിടന്നോട്ടെ, അത് വലിയ പ്രൊപ്പഗണ്ട അല്ല എന്നാണെന്ന് നമുക്കറിയില്ല. അന്വേഷണ ഏജൻസി പ്രൊറോഗേറ്റീവ്. അന്വേഷണ ഏജൻസി വിചാരിച്ചാൽ വിത്തിൻ എന്താണ് അധികം സമയം വൈകാതെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നതുകൂടി ഇരിക്കട്ടെ.